എടാ മറ്റേ ഷുക്കൂറിന്റെ സ്ഥലമല്ലേ, അത് നമുക്ക് അങ്ങ് എടുത്താലോ? മനോജേട്ടാ, നിങ്ങളെപ്പോഴാ വന്നത്? എടാ ഇതാണ് ബിജു കുട്ടിയാ. നിങ്ങളുടെ കോലെല്ലാകെ മാറിട്ടാ. കൊഴപ്പില്ല. ഗൾഫുകാരൻ തന്നെ തനി. എന്തല്ലാടാ? ഓ, ഈയുടെ പിടി തന്നെ ഇരിക്കല അല്ലേ? ഒരു മാറ്റൊന്നും ഇല്ലടാ എനിക്ക്. എങ്ങോട്ട് പോയതാ? നമ്മളെ അക്കലാക്കിന്റെ സ്ഥലമല്ലേടാ, 3 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞ് അതിന് അഡ്വാൻസ് കൊടുക്കാന്ന് വിചാരിച്ച്. സ്ഥലം എടുക്കുന്നുണ്ട് അക്കലാക്കിന്റെ? നല്ല പറമ്പാ അത്. പിന്നെ 3-4 കൊല്ലായിലടാ പോയിട്ട്. കുഴപ്പമില്ല, സാമ്പത്തിക അത്യാവശ്യമായിട്ടുണ്ട്. നമുക്കൊന്നും കൊണ്ടിട്ടൊന്നുമില്ല. മോനെ, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഓനോട് വർത്താനം പറയുന്നത്, കള്ളും കഞ്ചാവ് അടിച്ച് പീടിയ ചെയ്തിക്ക് നിരങ്ങുന്ന കമ്പനിയോട് വർത്താനം പറയുന്നു. നീ പണ്ടത്തെ പോലെ ഒന്നല്ല, നോയിപ്പോൾ നല്ല ലെവലിലല്ലേ. അങ്ങനെയുള്ള ആളോട് സംസാരിച്ചാൽ ഈ അലവിലാതിയോട് കൂടി നിൽക്കണ്ട. ആരെങ്കിലും രക്ഷപ്പെട്ടിട്ട് അവർ പിന്നാലെ വന്നിട്ട് ശരിയുണ്ടോ അതുണ്ടോ ഇതുണ്ടോ തെണ്ടി തിരിച്ച് വരുന്നുണ്ട്. പണിക്കും പോല കള്ളും കഞ്ചാവ് അടിച്ച് നടക്കും തന്നെ. ഇത് എത്ര നാളെങ്ങനെ നടക്കുക? അച്ഛാ, നിങ്ങളെല്ലാം ഞാൻ പറയിപ്പിച്ച് നടക്കുന്നല്ലേ പറയുന്നു. ഗൾഫ് പോലെ ചാൻസ് ഉണ്ട് എനിക്ക്. ആ ഷിജുല്ലേ നമ്മളെ ആ തോട്ടത്തിൻ്റെ മോന് വിസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പൈസ തരുമെങ്കിൽ ഞാൻ പോയി രക്ഷപ്പെടുമെങ്കിൽ നല്ലല്ല അച്ഛാ. ഗൾഫ് പോകാൻ പൈസ അന്റെ പൈസ ഒന്നുമില്ല. ഇന്റെ താഴെ 2 വളർന്നു വരുന്നില്ലേ, അവരെ കാര്യം എനിക്ക് നോക്കണം. നീ എന്നാ ഗൾഫ് പോയിട്ട് ഉണ്ടാക്കുന്നു? എനിക്കെല്ലാം എത്ര പൈസ ചെലവാക്കണമേ? എനിക്ക് അതിൽ കണക്കം തന്നെ ഉണ്ടാ? നിനക്ക് തരാനല്ലേ? എന്റെ കയ്യിൽ 1 ഉറുപ്പില്ല. 1 ഉറുപ്പ്യ ഞാൻ തരുവേ ഇല്ല. ഇതെന്താ ആകെ മഴ നനഞ്ഞിട്ട് വരുന്നത്? അതൊന്നും പറഞ്ഞടാ. എന്താ പറഞ്ഞ കേട്ടോ പ്രശ്നം? ആകെ പ്രശ്നമാടാ, ഇവിടെ നിൽക്കുന്നതോറും പ്രശ്നമാണ്. അച്ഛനാണ് തീരെ കണ്ടുകൂടാ. എനിക്കറിയാലോ എൻ്റെ സ്വഭാവം. ഈ കള്ളും കഞ്ചാവും ഇങ്ങനത്തെ ടീമിൽ പെട്ട് ഞാൻ ആകെ നശിച്ചു പോയടാ. വീട് നിന്ന് എങ്ങനെ നാട് വിട്ടുപോയിട്ട് ഒന്ന് രക്ഷപ്പെടാൻ ഇതിൽ പൈസ ഒന്നും കൊണ്ടുപോടാ. മനോജേട്ടാ, നിങ്ങളുടെ അവസ്ഥ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊരു മാറ്റം ആഗ്രഹിച്ചിട്ടല്ല എന്നോട് ഇങ്ങനെ പറയുന്നു. പിന്നെ ഈ ബുദ്ധിമുട്ടല്ലേ എനിക്ക് മനസ്സിലാവും. പിന്നെ പൈസ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാനും കഴിയുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് കുറച്ച്. ഞാനൊരു ബൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഐഫോണും പിന്നെ ഒരു ചെറിയ മോതിരെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം വിട്ടിട്ട് കുറച്ച് പൈസ ആക്കിയതാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കാര്യം നടക്കട്ടെ. ഗൾഫിലെല്ലാം പോയിട്ട് എന്നെ മറക്കരുതേ. കുറെ ആൾക്കാരുണ്ട് അങ്ങനെ. ഓരോരുത്തന്മാർ രക്ഷപ്പെട്ട് കഴിഞ്ഞാല് പണ്ടത്തെ ബന്ധമെല്ലാം പറഞ്ഞു വരും. നീ അതൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടാ.